ഹിമാലയൻ താഴ്വരയിൽ വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും മറ്റൊരു പുണ്യനിമിഷം വന്നിരിക്കുകയാണ്. നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ കേവലം 2 വയസ്സും 8 മാസവും മാത്രം പ്രായമുള്ള ആര്യതാര ശാക്യ എന്ന പിഞ്ചു ബാലിക ഇനി ഒരു സാധാരണ പെൺകുട്ടിയല്ല. അവൾ ഇനി രാജ്യത്തിന്റെ പുതിയ കുമാരി അഥവാ ജീവിക്കുന്ന ദേവതയാണ്. കാഠ്മണ്ഡുവിന്റെ ഇടവഴികളിൽ തിങ്ങി നിറഞ്ഞ ഭക്തിസാഗരത്തെ സാക്ഷിയാക്കി കുടുംബത്തിന്റെയും പ്രാർത്ഥനകളുടെയും അകമ്പടിയോടെ അവളെ ക്ഷേത്ര കൊട്ടാരത്തിലേക്ക് വഹിച്ചുകൊണ്ടുള്ള യാത്ര പൂർത്തിയായി. ഒരു മകളുടെ വേർപാടിന്റെയും ഒരു ദേവതയുടെ ആഗമനത്തിന്റെയും വികാരനിർഭരമായ നിമിഷങ്ങൾക്ക് അത് വേദിയായി മാറി. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള വിശ്വാസത്തിന്റെ തുടർച്ചയായി രാജ്യത്തെ ഏറ്റവും ആഘോഷിക്കപ്പെടുന്നതും ഏറ്റവും ദൈർഘ്യമേറിയതുമായ ഇന്ദ്രജാത്ര ഉത്സവത്തിന്റെ പുണ്യവേളയിലാണ് ഈ ആദരണീയമായ ചടങ്ങ് അരങ്ങേറിയത്. നിഷ്കളങ്കമായ കണ്ണുകളോടെ ലോകത്തെ നോക്കുന്ന ആര്യതാര ഒരു സാധാരണ ബാല്യത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ച് ന്യൂവാർ സമുദായം പരമ്പരാഗതമായി ആദരിക്കുന്ന ജീവിക്കുന്ന ദേവിയായി മാറുകയാണ്. നേപ്പാളി പാരമ്പര്യത്തിനനുസരിച്ച് നിലവിലെ കുമാരിക്ക് പ്രായപൂർത്തിയാവുകയോ അല്ലെങ്കിൽ ആർത്തവം ആരംഭിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് ഈ ഒരു സ്ഥാനം ഉപേക്ഷിച്ച് വീണ്ടും ഒരു സാധാരണ മനുഷ്യ ജീവിതത്തിലേക്ക് തിരികെ പോകണം. 2017 മുതൽ ഈ ബഹുമാന്യ സ്ഥാനത്ത് സേവനമനുഷ്ഠിച്ച തൃഷ്ണ ശാക്യ എന്ന മുൻ കുമാരിയുടെ പിൻഗാമിയായാണ് ആര്യതാര ഇപ്പോൾ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. തൃഷ്ണയ്ക്ക് ഇപ്പോൾ 11 വയസ്സാണ് പ്രായം. കാഠ്മണ്ഡു താഴ്വരയിലെ തദ്ദേശീയരായ ന്യൂവാർ സമുദായത്തിലെ ശാക്യ വംശങ്ങളിൽ നിന്നാണ് കുമാരിമാരെ തിരഞ്ഞെടുക്കുന്നത്. പ്രധാനമായും ഹിന്ദു രാഷ്ട്രമായ നേപ്പാളിലെ ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ഈ ദേവതയെ ബഹുമാനിക്കുന്നു. കുമാരിയായി തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ പ്രായപരിധി 2 മുതൽ 4 വയസ്സ് വരെയാണ്. കൂടാതെ ദേവതയായി തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടിക്ക് ഇരുട്ടിനെ ഭയപ്പെടാതിരിക്കാനും ഭയപ്പെടുത്തുന്ന ചില പരീക്ഷണങ്ങളെ നേരിടാനും സാധിക്കണം. കാഠ്മണ്ഡുവിലെ തെരുവുകളിലൂടെ ആര്യതാരയെ അനുഗമിക്കുന്നതിനായി കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഭക്തരും ചേർന്ന ഒരു ഉജ്ജ്വലമായ ഘോഷയാത്രയോടെയാണ് ചടങ്ങ് ശ്രദ്ധേയമായത്. ഇനി വർഷങ്ങളോളം താമസിക്കേണ്ട ക്ഷേത്ര കൊട്ടാരത്തിലെ പുതിയ വീട്ടിലേക്കാണ് ദേവതയുടെ യാത്ര. കാഠ്മണ്ഡുവിലെ തെരുവുകളിലൂടെ ആര്യതാരയെ അനുഗമിക്കുന്നതിനായി കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഭക്തരും ചേർന്ന ഒരു ഉജ്ജ്വലമായ ഘോഷയാത്രയോടെയാണ് ചടങ്ങ് ശ്രദ്ധേയമായത്. ഇനി വർഷങ്ങളോളം താമസിക്കേണ്ട ക്ഷേത്ര കൊട്ടാരത്തിലെ പുതിയ വീട്ടിലേക്കാണ് ദേവതയുടെ യാത്ര. തിന്മയുടെ മേൽ നന്മയുടെ വിജയം ആഘോഷിക്കുന്ന 15 ദിവസത്തെ ഉത്സവമായ ദശൈനിന്റെ 8ാം ദിവസമാണ് നിലവിലെ ചടങ്ങ് നടന്നത്. നേപ്പാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണിത്. ഈ സമയത്ത് ഓഫീസുകളും സ്കൂളുകളും അടച്ചിടുന്നതിനാൽ ആളുകൾ കുടുംബസമേതം ഒത്തുകൂടി ഈ ഉത്സവം ആഘോഷിക്കുന്നു.